ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ചുരിദാർ സെറ്റ് കൊണ്ട് തന്നെ 2 ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഒരു വർക്കായിരുന്നു ഇട്ടത്. അപ്പോൾ മെറ്റീരിയൽ കണ്ടപ്പോഴേക്കും ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ഇപ്പം നമുക്ക് വേഗം തയ്ച്ചെടുക്കാമല്ലോ എന്ന് കരുതിയെങ്കിലും ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു കേട്ടോ. നമ്മൾ ബനിയത്തിൻ്റെയൊക്കെ തുണി വലിക്കുമ്പോഴേക്കും എങ്ങനെയാണ് വലിഞ്ഞു വരണം ആ ഒരു മെറ്റീരിയൽ പോലെ ആയിരുന്നു കേട്ടോ ഇതിരുന്ന് വെച്ചത്. ഇതിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വെച്ച് സ്ലീവ്ലെസ് ആയിട്ട് വരുന്ന ഒരു ക്രോപ്പ് ടോപ്പായിരുന്നു ചെയ്യേണ്ടിന്ന് വെച്ചത്. ബാക്ക് വശത്ത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഒരു വള്ളിയും കൂടിയൊക്കെ കൊടുക്കണമായിരുന്നു കേട്ടോ. ഈ ഒരു ചെറിയ കാര്യത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പെട്ടുപോയത്. കാരണം ആ ഒരു മെറ്റീരിയൽ നമുക്ക് വള്ളിയൊക്കെ അടിച്ചുമറിച്ചെടുക്കാനായിട്ട് നല്ലോണം ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് പിന്നെ ഒരു വള്ളിയുടെ തയ്യൽ തുമ്പൊക്കെ പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഫേസിങ്ങിലേക്ക് ആ ഒരു വള്ളിയെല്ലാം അറ്റാച്ച് ചെയ്ത് വെച്ചേട്ടാ. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം തിരിഞ്ഞു, ഒരു വശത്ത് മാത്രം തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഹെമ്മിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കസ്റ്റമറിൻ്റെ വരവ്. അപ്പോൾ ഓർക്കാപ്പുറത്തുള്ളൊരു വരവും കൂടി ആയത് കാരണം ഞാൻ കുറച്ച് കിടന്നൊന്ന് വെപ്രാളപ്പെടേണ്ടി വന്നിട്ടാ. കാരണം നമ്മൾ ആ ഒരു ബാക്ക് വശത്തെ വള്ളിയാണെന്നുണ്ടെങ്കിലും തിരക്ക് കൂട്ടിയിട്ട് അത് കറക്റ്റായിട്ട് കിട്ടണുണ്ടായിരുന്നില്ല. പിന്നെ വള്ളിക്കാണെങ്കിലും കുറച്ച് ലെങ്ത്തും കുറവായിരുന്നു. അങ്ങനെ രണ്ടാമത് വേറെയും വള്ളിയൊക്കെ എടുത്ത് ജോയിൻ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാവുന്ന കസ്റ്റമർ ആയത് കാരണം കുഴപ്പമുണ്ടായിരുന്നില്ല. അവരും കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ്. മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഒരു കുഴപ്പവും പറയില്ല. പക്ഷേ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈനിങ്ങും നല്ല പീസും കൂടി രണ്ട് വശത്തേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ചേട്ടാ. പക്ഷേ എങ്ങനെയാണെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴേക്കും നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണമല്ലോ.